ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ്റെ ബിരിയാണി റെസിപ്പി ഷെയർ ആക്കിയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ ഈ പെരുന്നാൾക്ക് ഫോളോ ആക്കിയാറുണ്ടായി നിങ്ങൾ ഔത്ത്ലന്തും നിങ്ങൾ എല്ലാവരും ഫാനായിട്ട് പോവാറ് അത്ര ഒരു ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെ ആക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗൾക്ക് ഫസ്റ്റ് ചിക്കൻ്റെ മാരിനേഷൻ ആക്കി എടുത്തിട്ടുള്ള 3 സ്പൂൺ അത്ര കോൺഫ്ലവർ ഇട്ടേ, അതേപോലെ ഞാൻ മുളക് പൊടി ഇട്ടേ 1 സ്പൂണ്, തെല്ല് മഞ്ഞൾപ്പൊടി ഇട്ടേ, അതിൽ പിന്നെ ഒരു തെല്ല് കൊത്തമ്പരി പൗഡറും ഇട്ടേ, അതിൽ പിന്നെ ഞാൻ ഇത് നല്ല ടേസ്റ്റ് ബರೋಕೆ ಬೇನಿತ್ತುಂಟಲ್ಲ ಡಿಫ್ರೆಂಟ್ ಆಯ್ತುಳ್ಳವರು ಮಸಾಲೆ ಇಟ್ಟುಂಟಲ್ಲ ಅದೈತೆ ನಂಗೆ ಉಪ್ಪುಕರಿ ಮಸಾಲ ಉಪ್ಪುಕರಿಯಲ್ಲಿ ಇಕ್ಕರಲ್ಲಿ ಅವತ್ತಲ್ಲ ನಂಗೆ ಅವತ್ತು ಆದರೆ ಇಟ್ಟು ಕೊಡ್ತುಂಟಲ್ಲ ಖಾಲಿ ಆದರೂ ಮಸಾಲೆ ಮಾತ್ರ ಇಟ್ಟು ಕೊಡ್ತುಂಟಲ್ಲ അതേപോലെ ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടുള്ള ഉപ്പ് ടേസ്റ്റ് ಬೇನಾಯ್ತು ಇಟ್ಟುಂಟಲ್ಲ അതേപോലെ ನಾನು ഒരു ಪಾದಿ ಲಿಂಬೆ ಇಟ್ಟು കൊടുത്തുകൊണ്ടുള്ള ചെന്ന് ನಾನು ಉಪ್ಪು ಕರಿ ಇಟ್ಟ ಸಬಲು ಚೊಮ್ಮೆ ಲಿಂಬೆ ಬೇನೋട്ട് ಇಕ್ಕಿಲ್ಲ ಅದು ಉಪ್ಪು ಪುಳಿ ಎಲ್ಲ ಇಕ್ಕರೆ ಸಬಲು അതിൽ പിന്നെ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തേ ഞാൻ ഇനി ഒരുത്തിൽ കറിയിലെല്ലാം ഇട്ടത് കൊടുക്കാം. അതിൽ പിന്നെ നിങ്ങൾ ചിക്കൻ്റെ എല്ലാം ആഡ് ആക്കിയിട്ട് ഇത് നല്ല മസാല പരട്ടിയിട്ടുണ്ടല്ലേ നല്ലൊരു മാരിനേഷൻ കൊടുക്കുക. ഒരു 30 മിനിറ്റ്സ് ഉൾക്കത്തിലെല്ലാം നല്ലൊരു മാരിനേഷൻ ആക്കിയിട്ട് നിങ്ങൾ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പിക്കൽ ഇല്ലാണ്ടെങ്കിൽ ഉപ്പുകറി ഇല്ലാണ്ടെങ്കിൽ ചെറിയ ചെറിയ പാക്കറ്റ് ബണ്ടല്ലേ ഉപ്പുകറി ഇരുന്ന് ഒരു 2 ರೂಪಾಯಿ 100 ರೂಪಾಯಿದಲ್ಲ അങ്ങനത്തെ ഉപ്പുകറി മസാല ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ബണ്ട് ഇല്ലാണ്ടെങ്കിൽ സ്കിപ്പ് ആക്കറെങ്കിലും സ്കിപ്പ് ആക്കുക. ഉപ്പുകറി മസാല ബാൻഡ് ഉണ്ടെങ്കിൽ ബട്ട് അതൊന്നും ഇട്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ അച്ചാരി ഫ്ലേവർ ബണ്ടല്ലേ അത് ബണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഈ മസാല ചുമ സീക്രെറ്റ് ആയിട്ട് ഇക്കറ് ഈ ഉപ്പുകറി മസാല നല്ല ടേസ്റ്റ് ആയിട്ട് പണ്ട്. അപ്പോൾ ചിക്കൻ്റെ ഒന്ന് നാനെല്ലാം മാരിനേഷൻ ആവും വെച്ചിട്ട് ಬಿಡ್ರೆ ಅದರಿಡೆಲ್ಲ ನಂಗೆ ರೈಸ್ എടുത്തുണ്ടല്ലോ ഞാൻ ഇത് ഗീ റൈസ് എടുത്തിരുന്നു. അപ്പോൾ ನಾನು ಗೀ ರೈಸ್ ಹಾಕಿತ್ತು ಬಿರಿಯಾನಿ ಹಾಕಿಂಟುള്ളൂ. അപ്പോൾ ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ട് ಅದಕ್ಕೆ ನಾನು ಗೀ ಇಟ್ಟಿದ್ದು ಕೊಡ್ತುಂಟುಳ್ಳೆ. അപ്പോൾ 3 പവർ ബിരിയാണി 3 അല്ല 4 പവർ ബിരിയാണി ಹಾಕಿರು ನಾನಿಲ್ಲಿ ഒരു ಸೇರು. അപ്പോൾ ഉണ്ടല്ലേ ഇനി ಗೀ ರೈಸ್ ನಿಂಗೆ ಹಾಕೋಗೊಂತುಂಟು ಗೀ ಇಟ್ಟಿದ್ದು ತೆಲ್ಲಿ ನೀರುಳ್ಳಿ ಬರ್ತತ್ತು ತೆಲ್ಲಿ ತಣ್ಣಿ ಬೀತಿತ್ತು ಆಲ್ತತ್ತು ಮೆಜರ್ಮೆಂಟ್ ಇರ್ತತ್ತು ನಂದಪ್ಪ ಇದುಂಡല്ലേ ഒരു ಸೇರಿಗೆ ಇದು ಕಪ್ ಕರೆಕ್ಟ್ ಅವ್ರನಕ್ಕೆ ഇത് 3 പവർ കപ്പ് ഇത് ഞാൻ എക്സ്ട്രാ ആക്കി തണ്ണി ബീത്തിട്ട് എൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ എടുത്തോണ്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ തണ്ണി ബീത്തിട്ട് ആഡ് ആക്കിയിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് ഇതിക്ക് ഉപ്പും പിന്നെ ലവംഗ അതെല്ലാം ഇടി മസാല എല്ലാം ഉണ്ടല്ലേ ഇടി ഗരം മസാല അത് ഇട്ടിട്ടെല്ലാം കൊടുത്തോണ്ടുള്ള അതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ ഇനി ഇതിക്ക് റൈസെല്ലാം കലക്കിയിട്ട് വെച്ചിട്ട് റൈസ് ഇട്ടിട്ട് ഒരു നെയ്ച്ചോറാക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മസാല ഇട്ടിട്ട് ആക്കിയിട്ടില്ല ഉണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ആക്കിയിട്ട് നോക്കൂ. ഞാൻ എന്നോർക്ക് നിങ്ങൾ ചെന്നിട്ടില്ല ഈ റെസിപ്പി നിങ്ങൾ ഈ പെരുന്നാൾക്ക് ഇൻഷാല്ല നിങ്ങൾ ട്രൈ ആക്കോറുണ്ട് അത്ര ടേസ്റ്റ് ആയിട്ട് പണ്ട് ആ മസാല നല്ല ഫ്ലേവർഫുൾ ആയിട്ട് നല്ലൊരു അച്ചാരി ഫ്ലേവർ ആയിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ട് പണ്ട് സ്മെല്ല്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് നോക്കൂ. ഇനിയിപ്പോൾ ഒരു അരഗಂಟೆ ಬಿಟ್ಟುತ್ತುಂಡಲ್ಲೇ ನಾನು ಚಿಕನ್ ಒಂದು ಫ್ರೈ ಆಗೋಗೈತು ನಾನಿದು ತೇಂಗ ಎಣ್ಣೆ എടുത്തുകൊണ്ടില്ല. അപ്പോൾ തേങ്ങ എണ്ണയിലേ ಯಾರೈತೆ ഫ്രൈ ആക്കോ ട്രൈ ആക്കോರು നല്ല സ്മെൽ ಬರೋಕೆ ಸ್ಟಾರ್ಟ್ ಅವರವತ್ತೆಲ್ಲ കേരള സ്മെല്ലിൽ ഒരു നല്ലൊരു ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ബിരിയാണി നിങ്ങൾക്ക് റെഡി ആവും ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ഫ്രൈ ആക്കി തരുത്തെങ്കിൽ. ഇനിയിപ്പോൾ ನಾನು ಹೊರತೆಲ್ಲ ಕರಿರೆಲ್ಲ ಇಟ್ಟಿದ್ದು ಕೊಡ್ತಾರೆ ತೇಂಗ ಎಣ್ಣೆ ಅಂದ್ರೆ ಬೆಚ್ಚಾകുമ്പോഴത്തേക്കും അതേപോലെ ನಾನು ಬಾಕಿರೆಲ್ಲ ಚಿಕನ್ ಎಂದ್ರೆಲ್ಲ ಉಂಡು ಅದರೆಲ್ಲ ನಾನು ಇಟ್ಟು ಕೊಡ್ತಿತ್ತು ಫ್ರೈ ಆಗೋಕೆ ಬೆಚ್ಚಿತ್ತು ಬಿಡ್ರೆ. ಚಿಕನ್ ನಂಗೆ ನಾರ್ಮಲಿ ಫ್ರೈ ಹಾಕಿರೋ ಪಲ್ಲಮೆ ಹಾಕಿತಿರ್ಕೆ ಇದೆಲ್ಲ ಮಸಾಲ ಕುಲ್ഞ്ഞിರು ಅದು ನಾನು ಮಸಾಲೆ ಹಾಕೊಂಬತ್ತು ಇದೆಲ್ಲ ആഡ് ആക്കിയിട്ട് കൊടുക്കറേ. ചിക്കൻ ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ തിരിച്ച് മറിച്ചിട്ടും ഫ്രൈ ആക്കിയിട്ട് എടുത്തറേ. അപ്പോൾ നല്ല ഇങ്ങനെ ഒരു റോസ്റ്റ് ആവറ പോലെ ഒരു ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. പിന്നെ ലൈറ്റ് ഫ്രൈ ಹಾಕೊಂಡು കുറേ എനിക്ക് ഡൗട്ട് ഇന്നെങ്കിൽ ലൈറ്റ് ഫ്രൈ ആക്കി മയ്യ ಅಂತ കേട്ടെങ്കിൽ ലൈറ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടല്ലേ നിങ്ങൾക്ക് എക്സ്ട്രാ ചിക്കൻ ഫ്രೈ ಹಾಕೋನುಂಟಿಕ್ಕಿಲ್ಲ ಬಿರಿಯಾನಿ ರೊಟ್ಟಿಗೆ ಲೈಕ್ ನಂಗೆ ಎಕ್ಸ್ಟ್ರಾ ಚಿಕನ್ ಫ್ರೈ ಹಾಕಿರಲ್ಲ അങ്ങനെ ಬೇನುಂಟಿಕ್ಕಿಲ್ಲ ಡೈರೆಕ್ಟ್ നിങ്ങൾക്ക് ಇದೇ ಫ್ರೈ നിങ്ങൾക്ക് ചോറൊട്ടിക്ക് മയ്യാവും. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതേ ഓയിൽ കൊണ്ടല്ലേ ಬೇನೆಂಗೆ ഞങ്ങളുടെ തെല്ല എണ്ണ കൊറോടിന്നെങ്കിൽ തെല്ലിതിരട്ടിಗೆ ഞങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതിൽ കറക്റ്റ് എണ്ണ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് എക്സ്ട്രാ ആഡ് ആക്കിയിട്ടില്ല ಅದಕ್ಕೆ ನೀರುಳ್ಳಿ ಇಟ್ಟು ತೆಲ್ ಬರ್ತದೆ എടുത്തോണ്ടില്ല. ഇനിയിപ്പോൾ ഇത് നീരുള്ളി തെല് സോഫ്റ്റ് ആയിട്ട് ಬೇവും തോലെ അതൊരു ബന്ധാക്കിയിട്ട് ഞാൻ പട്ടിരെ അതിൽ പിന്നെ നെക്സ്റ്റ് ടൊമാറ്റോ ഇട്ട് കൊടുത്തോണ്ടില്ല. നീരുള്ളി ഞാനൊരു 4 ഇട്ടേ 5 മുട്ട ഇട്ടേ അതേപോലെ ടൊമാറ്റോ ഒരു 2 ഇട്ട് കൊടുത്തേ. അപ്പോൾ ടൊമാറ്റോ ചുമ ಬೇನುಂಟಿಕ್ಕಿಲ್ಲ അതേപോലെ ഇതിലും നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുക്ക് ആകുമ്പോൾ ഞാൻ ഒരുത്തിൽ കവർ ആക്കിയിട്ടിದ್ರೋ ಬೇವು ಬೆಚ್ಚಿಬಿಡ. ഇനിയിപ്പോൾ ഞാൻ ഒരുത്തിൽ കറിയിലെല്ലാം ആഡ് ആക്കിയിട്ട് കൊടുത്തേ. അതിൽ പിന്നെ നെക്സ്റ്റ് ഞങ്ങൾക്കുണ്ടല്ലേ ഇതിക്ക് ഒരുത്തിൽ ഗ്രീൻ ചില്ലി സ്ലിറ്റ് ആക്കിയിട്ടുണ്ടല്ലോ കട്ടാക്കിയിട്ടുണ്ടല്ല. ഗ്രീൻ ചില്ലി പേസ്റ്റ് ഞാൻ ഇത് ഈ മസാലയ്ക്ക് യൂസ് ആക്കിയിട്ടില്ല ಬೇನುಂಟಿಕ್ಕಿಲ್ಲ ಗ್ರೀನ್ ಚಿಲ್ಲಿ ಮಸಾಲೆ ಇದಕ್ಕೆ ನಂಗೆ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഇതിക്ക് ഉപ്പിട്ടിട്ട് കൊടുത്തോണ്ടുമില്ല. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടല്ലേ ആക്കും ചുമ ഈസി ഞങ്ങൾക്ക് ജഞ്ചറ്റ് എന്തില്ല കായ്മുള പേസ്റ്റ് അരയ്ക്കാനോ മസാല ഇതെല്ലാം അരയ്ക്കാനോ ഉണ്ടല്ലോ ചെന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് എടുക്കാൻ ഞങ്ങളുടെ പൗഡറെല്ലാം മേന്മയത് ഇടോഗുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തേ മയ്യോർ. അപ്പോൾ ചുമ പൗഡർസും എന്തും ഇടോಗಿಲ್ಲ ഇഞ്ചി ಬೆಳ್ಳುಳ್ಳಿ പേസ്റ്റും ഞാൻ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതിക്ക് ಬೇನ್ಮಯ മസാല പൗഡർസ് എന്തുണ്ടോ അത് ഇട്ടിട്ട് കൊടുക്കുകയുള്ളൂ. അതും ചുമ കൊറോടി മസാല പൗഡർ ഇടೋಗುಲ್ಲೋ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ഒന്ന് ഫോളോ ആക്കാറുണ്ട് ഞാൻ ചെന്നുണ്ടില്ല എന്നോർക്കാം.
അപ്പോൾ ഞങ്ങളുടെ മസാല ഒന്ന് ಬೆಂದಿತ್ತು ಬಂಡವಡ್ತೋಲೆ ഞങ്ങളുടെ നെയ്ച്ചോറ് ഒന്ന് ರೆಡಿ ಆಯ್ತು ಬಂತುಂಡು അപ്പോൾ നെയ്ച്ചോറ് നോക്കർ ಕರೆಕ್ಟ್ ಆಯ್ತು ಕುಕ್ ಆಯ್ತು ರೆಡಿ ಆಯ್ರು അപ്പോൾ നല്ല ദമ്മും ಬಂತುಂಡು ഇനിയിപ്പോൾ ഇതിന് ನಾನು ತೆಲ್ಲು ಕೈಲಿಟ್ಟಿದ್ದು ತೆಲ್ಲು ಸೆಪ್ರೇಟ್ ಹಾಕಿತ್ತು ಬೆಚ್ಚಿತ್ತು ಬಿಡ್ರೆ ഗീ റൈസ് ആക്കുക ഞാൻ എടുത്ത അരി ഉണ്ടല്ലേ ഗന്ധസാല എത്തിക്കറ് പിന്നെ എനിക്ക് ജീരകശാല എടുക്കാം അന്നൊരു നല്ല സ്മെൽ പണ്ട് ജണ്ടരിയിൽ നല്ല ടേസ്റ്റ് ആയിട്ട് പണ്ടാരി ರೈಸ್ അപ്പോൾ ഞങ്ങളുണ്ടല്ലേ നെക്സ്റ്റ് ഡേ കുക്ക് ആയിട്ട് ಬಂದರು നല്ല ನೀರುಳ್ಳಿയും ಟೊಮ್ಯಾಟೊ ಕಾಯಿಮೂಲವಲ್ಲ നല്ല സോഫ്റ്റ് ആയിട്ട് ಬಂದರು അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് മസാല പൗഡേഴ്സ് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ആയിട്ട് ആഡ് ആക്കിയിട്ടുള്ളത് റെഡ് ചില്ലി പൗഡർ 2 സ്പൂൺ ഇട്ടുകൊണ്ടില്ല അപ്പോൾ ഇത് നമുക്ക് കാരത്തേക്ക് ഇതേ മയ്യോರು അതിൽ പിന്നെ കൊത്തമ്പരി പൗഡർ 2 സ്പൂൺ ഇട്ടിട്ട് കൊടുത്തരാ ഇതെല്ലാം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിത്തേക്ക് മസാല ഇടുന്നത് ഞങ്ങൾ അപ്പോൾ അതേ ഇട്ട് കൊടുത്തോണ്ടില്ല പിന്നെ മഞ്ഞൾ പൊടിയും ഇട്ടರೆ ഒരു തെല്ല് പെപ്പർ പൗഡറും ഇട്ട് കൊടുത്തരാ അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് കൊടുത്തെല്ലാം ഞാൻ ಬಡ್ಸೊಪ್ಪು ಜೀರಗ ಇಟ್ಟು ഒരു നല്ല ಬರ್ತತೆರ್ತ ಪೌಡರ್ ಐತಿಕ್ರ ಹೋಮ್ ಮೇಡ್ ಅದ್ರಿಟ್ಟು ಕೊಡ್ತಾರೆ ನಾನು ഇപ്പോൾ ജീരക ഇന്നെല്ലെങ്കിൽ ഓക്കെ ബട്ട് ബഡ്സോപ്പ് ಅಂತೂ ഇടോണമേ ബഡ്സോപ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് കൊടുക്കും നല്ല സ്മെൽ ബണ്ട് അതേപോലെ ഞാൻ ഒരു ഗ്ലാസ് ಹತ್ರ തൈര് എടുത്തര ನಾನು അതിൽ ഒരു തെല്ല് എക്സ്ട്രാ ആയത് ഞാൻ എടുത്ത് വെച്ചിരാം അപ്പോൾ നമുക്കൊരു ഇതിര മസാലയ്ക്ക് ഞങ്ങൾ തൈര് യൂസ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് തേങ്ങ അരച്ച പേസ്റ്റും വേണ്ട ഇതിക്ക് പിന്നെ ഇഞ്ചി കായ്മുളക് പേസ്റ്റും വേണ്ട അപ്പോൾ അത് രണ്ടും ഞങ്ങൾക്ക് മിക്സിയിൽ അരക്കിയ പണിയില്ല വേഗമായിട്ട് കിട്ടും ഞങ്ങൾക്ക് ഈ റെസിപ്പി ഒന്നും അപ്പോൾ ഞാൻ നല്ലൊരു മിക്സ് ആക്കിയിട്ട് ഇതിലൊന്നും ഇനി ഞങ്ങൾക്ക് ചിക്കൻ ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ചിക്കൻ എന്തെങ്കിലും ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ട് നോക്കൂ അതിലും ഇട്ടിട്ട് കൊടുക്കാം അതിൽ ഞങ്ങൾക്ക് എക്സ്ട്രാ കൊടുത്തിൽ തണ്ണി ഞങ്ങൾക്ക് മസാല ഒഞ്ഞി തിന്തല്ലേ അതും ഞാൻ ഇതിക്ക് ഇട്ട് കൊടുത്തരാ അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ലൊരു മിക്സ് കൊടുത്തിട്ടു ಇದಕ್ಕೆ ಮೇಲೆ ಕೊಡ್ತಿಲ್ಲ ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟಿತ್ತುಂಡಲೆ നല്ലൊരു ಬೇಯೋಗು ಬೆಚ್ಚಿತ್ತು ಬಿಟ್ರೆ നല്ലൊരു ಬೆಂದಿತ್ತು ಒರ್ಕത്ത് ಬೆಂದಿಂಗೆ മയ്യോർച്ച് ഓൾറെഡി ചിക്കനും നല്ല ಬೆಂದ್ರೆ അതേപോലെ കായ്മുളകും നീരുള്ളി ടൊമാറ്റോ അതെല്ലാം എന്തുണ്ട് അതും നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് ಬಂದರು അങ്ങനെ വെച്ചപ്പോൾ നമുക്ക് ಬೇಗ ഒരു ಸೆಕೆ ಬರೋಂಬತ್ತಿಗೆ നല്ലൊരു പൈച്ചിട്ട് ಬರೋಮೊಮ್ಮೆ ಇದಕ್ಕೆ മസാല റെഡി ആയിട്ട് ಬಂದು അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടല്ലോ ചിക്കനിൽ മാത്രമല്ല ബീഫിലും ആവട്ടെ മട്ടനിലും ആവട്ടെ ജണ്ടിലും ആക്കി തെടുക്കോറ് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു ചിലരും എട്ടിര ബിരിയാണി ആക്കിയെങ്കിൽ ഇങ്ങനെ ആക്കി തെടുക്കാൻ നിങ്ങൾക്ക് നല്ല ഫ്രൈ ആക്കിത്തല്ല അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് പണ്ട് എല്ലാം ആക്കിയെങ്കിൽ ഇതേ ടേസ്റ്റ് പണ്ട് 100% ಗ್ಯಾರಂಟಿ ತಂಡೆ ಅത്രೊಂದು ಟೇಸ್ಟ್ ಐತೆ ಬಂದು അപ്പോൾ നോക്കൊരു ഇത് നല്ല മസാല ഒന്ന് വെച്ചപ്പോൾ നല്ല ಬೆಂದು ತುಂಬ ರೆಡಿ ಆಯಿರು ಏನಿപ്പോൾ ನಂಗೆ ಇದ್ರೆ ದಮ್ಮು ಬೇಕು ಎಲ್ಲರೂ ಗೊಂತುಲ್ಲದೆ അപ്പോൾ ನಾನು ഇങ്ങനെ ಲೇಯರ್ ಆಕಿ ತೆರ್ತುಂಟುಲ್ಲ ಜಸ್ಟ್ ಅಡಿಗೆ ಎಲ್ಲ ಮಸಾಲೆ ಇಟ್ಟು ಕೊಡ್ತುಂಟುಲ್ಲ ചൊമ്മ ഓവർ മസാല പല മിക്കില്ല ഈ മസാല ഒന്ന് ആക്കി കൊണ്ടല്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് മസാല പണ്ട് പിന്നെ എനിക്ക് എക്സ്ട്രാ കൊറിയാവത്തുള്ളുണ്ടല്ലേ മസാല എടുത്തിട്ട് ഇങ്ങനെ ബിരിയാണി ആക്കാറ് എക്സ്ട്രാ ಬೇನ್ ಅವ್ರಿಚಂತ അപ്പോൾ നിങ്ങൾക്ക് ಅದರ എക്സ്ട്രാ എടുത്തിട്ട് തെല്ല് ಅದಕ್ಕೆ ಬೇನೆಂಗೆ ഒരു തെല്ല് തേങ്ങമ ഇല്ലെങ്കിൽ തയ്യാറ എന്ത് കൂട്ടരെങ്കിൽ കൂട്ടാം അപ്പോൾ നോക്കൊരു ഇങ്ങനെ ആക്കി കൊണ്ടല്ലേ മാത്രം ടേസ്റ്റ് ചെയ്ത് ബണ്ട് പിന്നെ മേൽക്കൊത്തിൽ റൈസ് എന്തുണ്ട് നെയ്ച്ചോറ് അതിട്ട് കൊടുത്തോണ്ടില്ല അപ്പോൾ ഇങ്ങനെ ಲೇಯರ್ ಹಾಕಿದ್ದು എടുത്തിട്ട് ലാസ്റ്റിಗೆ ನಾನು ಹೊತ್ತಲ್ಲಿ ಕಲರ್ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತುಂಟಿಲ್ಲ ಕಲರ್ ಬ್ಯಾಂಡಿಂಗು ಬಿಡ ಸ್ಕಿಪ್ ಹಾಕೋರು ಅದ್ರ പിന്നെ ಮೇಲ್ಗೆಲ್ಲ ಕಾರ್ನಿಶ್ ಹಾಕಿ ತೆರ್ತಾರೆ ಬರಿಸ್ತಾ ಹಾಕಿದ್ದೀನಿ അതിಟ್ಟರೆ ಕ್ಯಾಪ್ಸಿಕಮ್ ಇಟ್ಟರೆ ಕ್ಯಾಶ್ಯೂಸ್ ಅದೆಲ್ಲ ಇಟ್ಟು കൊടുത്തിട്ട് കൊത്തമ്പരി സൊಪ್ಪെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ബിരിയാണി അടിപൊളി ബിരിയാണി റെഡി ആയിട്ട് ಬಂದರು അപ്പോൾ ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ട്രൈ ആക്കോ മറക്കണ്ട അത്രയും ടേസ്റ്റ് ആയിട്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ലൈക്ക് ആയിരുന്നിരിക്കും ഇങ്ങനത്തെ ഈസി റെസിപ്പീസ് നിങ്ങൾക്ക് ಬೇನುಂಟೆ എൻ്റെ ചാനൽക്കൊന്ന് സബ്സ്ക്രൈബ് ആക്കോ മറക്കണ്ട അങ്ങനെ നിങ്ങളുടെ ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸ್ಗೆ ಎಲ್ಲರಿಗೂ ಶೇರ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೋರು ಲೈಕ್ ಹಾಕೋರು ಕಮೆಂಟ್ ಹಾಕೋರು അതേപോലെ മുട്ടുള്ള ബെല്ലൈക്കനും പ്രസ് ആക്കി കൊടുത്തെങ്കിൽ ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് ನಾನು ಇಡ್ರದೆಲ್ಲ ಬೇಗ നിങ്ങൾക്ക് ಬಂದೆತ್ತರು അപ്പോൾ ഇൻഷാ അല്ലാഹ് until we meet next time take care bye bye assalamu alaikum Allah hafiz